സുമതി വളവ് സിനിമ വിവാദത്തിൽ സംവിധായകൻ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ വാദങ്ങൾ തള്ളിയ നിർമ്മാതാവ് മുരളി കുന്നംപുറത്ത്. അഭിലാഷ് പിള്ള കള്ളം പറയുകയാണെന്ന് മുരളി കുന്നംപുറത്ത് ന്യൂസ് 18നോട് പ്രതികരിച്ചു. അഭിലാഷ് പിള്ളയോട് കടം വാങ്ങിയിട്ടില്ല, വീടും കാറും വിറ്റ് ഈ കടങ്ങളൊക്കെ വീട്ടും. ഇപ്പോഴുണ്ടായ സംഭവങ്ങളിൽ ഉണ്ണി മുകുന്ദന് പങ്കില്ലെന്നും മുരളി കുന്നംപുറത്ത് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ വളരെയധികം രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്ക് നൽകാനായി ശ്രീ മുരളി കുന്നംപുറത്ത് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ മുരളി കുന്നംപുറത്ത് രാവിലെയിലേക്ക്. ആദ്യം തന്നെ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു വീഡിയോ പുറത്തുവിടാനുണ്ടായ ഒരു സാഹചര്യം അതെന്തായിരുന്നു? അത് ഞാൻ ആക്ച്വലി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു 10 ദിവസം മുന്നേ ഇട്ടതാണ്. അത് അപ്പം ഇട്ടോടെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ത്രെഡ് കയറിപ്പോയി. ത്രെഡുന്നത് ലീക്കായിപ്പോയി. പിന്നെ അതിൽ പറഞ്ഞത് പിന്നെ ഒരു കളവ് പോലും ഇതിൽ ഞാൻ പറഞ്ഞത് അന്ന് ശരിക്കും സൂയിസൈഡ് ചെയ്യണമെന്ന്. കാരണം മാനസികമായിട്ട് ഭയങ്കര ഇപ്പോൾ നിങ്ങൾ കണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു 1.5 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡോക്ടർ ഗുളിക തന്നിട്ട് പോലും ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥ. പിന്നെ ഇപ്പോൾ ഡോക്ടറെ കാണാൻ രണ്ടാമത് ഫോളോ ചെയ്യേണ്ട ദിവസമാണ്. പിന്നെ പോകണം, ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ ഇവർ രാവിലെ തന്നെ വരുന്നതോട് കുളിച്ചുമ്പോൾ പെട്ടെന്ന് ഫ്രഷായി റെഡി ചെയ്ത് പോകുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നു. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടി പിന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും എന്താ തകർക്കാനുള്ളതെല്ലാം അവർ തകർത്ത് കളഞ്ഞു. കാരണം ഈ ഫസ്റ്റ് ഞാൻ വിജേഷ് പാണത്തൂരിനെ കുറിച്ച് നദികൃഷ്ണ വിജേഷ് പാണത്തൂരിൻ്റെ കാര്യം പറയാം. ആൾ വന്ന് അയാൾക്ക് സിനിമയിൽ നിന്ന് പൈസ ഒന്നും കിട്ടിയില്ല. 2,20,000 നമ്മൾ സിനിമാറ്റിക് നാളെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 80,000 ഞാൻ പേഴ്സണലി കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ സംവിധാനമാണ്, നിങ്ങൾ ആലോചിക്കണം. 3 ലക്ഷത്തി സംതിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 1,32,000 ടൈൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൈസ മേടിച്ചിട്ട അതിൻ്റെ വീഡിയോ ഒക്കെ നന്ദി പറഞ്ഞ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലിട്ട്. അതിപ്പം ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും, അറിയില്ല. മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 4 കോടി സംതിങ് പടത്തിൽ ചിലവായിട്ടുണ്ട്. ബിൽ ടു ബില്ല് വിജേഷ് പാണത്തൂരെ നീ പോയിട്ട് നമ്മൾ നിൻ്റെ ഓഡിറ്ററേയും കൂട്ടിയിട്ട് ജയരാജൻ്റെ അടുത്ത് പോകും. ജയരാജ് എറണാകുളം. ഞാൻ നമ്പർ നമ്മളെ ആ സമയത്തുണ്ടായ അക്കൗണ്ടൻ്റ് അയച്ചു തരും. അവരെ പോയിട്ട് കൂട്ടിയിട്ട് പിന്നെ ആ ബിൽ ടു ബില്ല് ക്ലിയർ ആക്കിയിട്ട് മാത്രം നീ സംസാരിച്ചാൽ മതി. എൻ്റെ മുമ്പിൽ നിയമപരമായിട്ട് വരുന്നില്ല. ഞാനും നിയമപരമായിട്ടുണ്ട്, ഞാനും പോകുന്നുണ്ട്. 4 ലക്ഷത്തി സംതിങ് നമ്മളെ പടത്തിൽ ചിലവായിട്ടുണ്ട്. നിനക്കും നഷ്ടം 1 കോടി നഷ്ടമാണ്, വിലാസാറിന് 1 കോടി നഷ്ടമാണ്. ഇനി അല്ലെങ്കിൽ വിലാസാറിന് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് തരുമോ എനിക്കറിയില്ല. വിലാസാറിനെ കൂടി സമ്മതിപ്പിക്കണം ഇത്ര നഷ്ടമാണെന്നല്ലേ. നീ ഇന്നലെ 3,70,00,000 സിനിമയിൽ പറഞ്ഞു. എനിക്ക് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാം. പിന്നെ ബാക്കിയൊന്നും പറയുന്നില്ല. നീ പറഞ്ഞ സിനിമയിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അപ്പം പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പ്രൊഡ്യൂസറായിട്ട് ഞാൻ വിലാസാറിന് തമ്മിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, പേരിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ പേര് വെക്കണം, എൻ്റെ പേര് വെക്കേണ്ട, വൈഫിൻ്റെ പേര് വെക്കുന്നതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി നമ്മളിപ്പം വിലാസാറിന് ഞാനും വിലാസാറിന് നല്ല ബന്ധത പോകുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഒരുമിച്ച് സിനിമയും ചെയ്യും. അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, നമ്മൾ തെറ്റിയതൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഓക്കെ. പിന്നെ അഭിലാഷ് പിള്ള ഇന്നലെ പറഞ്ഞത് 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിപ്പോൾ ക്ലാരിറ്റി തരാം. 3 ലക്ഷം അഭിലാഷിൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞ പൈസ ഞാൻ നവംബർ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു തരുകയാണ് ചെയ്തത്. പിന്നെ പറഞ്ഞ് 3 ലക്ഷം രൂപ അഭിലാഷ് പിള്ളേൻ്റെ അച്ഛൻ കിടക്കുമ്പോൾ തന്നു പറഞ്ഞു. അത് നവംബർ വന്ന് ഞാൻ ഓൾറെഡി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നവംബർ വന്ന് ഞാൻ കൊടുത്ത പൈസയാണ് എനിക്ക് അഭിലാഷ് തിരിച്ചു തന്ന പൈസയാണ് അത്. പിന്നെ 3 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ ഷൂട്ടിങ്ങിന് മുന്നേ വന്നു. അത് തെളിയിക്കണം. കാരണം ഇന്നൊക്കെ നമ്മൾ ഒരാളും വെറുതെ പൈസ ക്യാഷിൻ്റെ ഇടപാടില്ല, എല്ലാം അക്കൗണ്ടിലാണ്. അഭിലാഷ് പിള്ള ലൈവിൽ വന്ന് എൻ്റെ കൂടെ ഇരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അഭിലാഷ് പിള്ള പല സ്ഥലത്ത് ഞാൻ വരാം. ഈ എങ്ങനെ 3 കോടി ഷൂട്ടിങ്ങിന് മുന്നേ വന്ന് പറഞ്ഞാൽ അഭിലാഷ് പിള്ള അത് പറയണം. പിന്നെ ഉണ്ണി 3 രീതിയിൽ പങ്കുണ്ട്, പിന്നെ വേണുകുന്നമ്പള്ളി സാറിന് ഇതിൽ പങ്കുണ്ട്. ഒന്നുമല്ല, എൻ്റെ ഈ അവസ്ഥ വീഡിയോ കൊണ്ടാണ് എന്നെ വിളിച്ചത്. അവർ എന്താണ് പ്രശ്നം, എന്താണ് ചേട്ടാ പ്രശ്നം, നിങ്ങൾ വിഷമിക്കാതിരിക്കും, എന്താണ് പ്രശ്നം, ഈ വീഡിയോ കൊണ്ടാണ് ഉണ്ണി മുതലൊക്കെ എന്നെ വിളിച്ചത്, വേണുകുന്നമ്പള്ളി സാറിനെ വിളിച്ചത്. അല്ലാണ്ട് അവരൊക്കെ നമ്മളതൊക്കെ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞത്. പിന്നെ അതിനിപ്പോൾ എനിക്ക് ഉത്തരം പറയാനില്ല. അത്ര എനിക്കിപ്പം പറയാനുള്ളൂ. ശ്രീ മുരളി കുന്നംപുറത്ത്, അതുപോലെ തന്നെ ഇന്നലെ അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നത് ഈ സുമതി വളവ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ബജറ്റ് അതിൽ 7 കോടി അല്ലായിരുന്നു, ആദ്യം തന്നെ പറഞ്ഞത് 14 കോടി രൂപയായിരുന്നു എന്നായിരുന്നു അവർ വെളിപ്പെടുത്തിയത്. ഇത് അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ? അവർ 7 കോടി തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ വീഡിയോ വിഷ്ണു
അതിൻ്റെ ട്രെയിലർ സമയത്ത് ലുലുമാളിൽ വിഷ്ണു പറഞ്ഞിട്ട് 7 കോടി എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. എത്ര കോടിയാണ് പ്രൊഡ്യൂസർക്ക് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ വേണമെങ്കിൽ പ്ലേ മതി, കാരണം നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. അങ്ങനെയാണ് 7 കോടിയാണ് പറഞ്ഞത്. പിന്നെ അത് 13 കോടി, പിന്നെ ഗിരീഷായിട്ട് വന്നിട്ട് 12 കോടി. പിന്നെ എൻ്റെ ജനങ്ങളെ, പ്രിയ നാട്ടുകാരെ, ജനങ്ങളെ, ഈ ഒരു ഗിരീഷ് കൊടുക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ ഇന്നലെ വന്ന് അയാൾക്കാണ് കണക്കെല്ലാം അറിയാം. അയാൾ ഇന്നലെ വന്നിരുന്നോ? ഇല്ല. അയാൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൊണ്ടല്ല വന്നത്. പ്രതീഷ് ശേഖർ വന്നില്ല, സുഹിത്താട്ടം പോയില്ല, സുഹിത്ത് അവർക്കൊക്കെ കണക്കറിയാം. ഏറ്റവും ചിലവായിട്ട് അവർക്കൊക്കെ അറിയാം. സത്യമാണ്, അതെല്ലാം നഗ്നമായ സത്യമാണ്. ഞാൻ ഇത്രയും പൈസ ചിലവായിട്ടുന്നില്ലേ. അത് അഭിലാഷ് പിള്ള പറയുന്ന ഓഡിറ്റർക്ക് ഇതേപോലെ ലൈവിൽ വന്ന് ഞാൻ വരാൻ തയ്യാറാണ്, അവൻ വരാൻ തയ്യാറാണ്, ഞാൻ വെല്ലുവിളിക്കുന്നത്. ഇതേപോലെ ലൈവിൽ വന്നിട്ട് കണക്ക് തരാൻ തയ്യാറാണെങ്കിൽ പറയും. പിന്നെ അവൻ എനിക്ക് മെൻ്റലി, ഞാൻ ഹയാത്തിൽ താമസിക്കുന്നത്, ഞാൻ ഹയാത്തിലെ ഗ്ലോബലിസ്റ്റ് മെമ്പറാണ്. ഹയാത്ത് ഗ്ലോബലിസ്റ്റ് മെമ്പർക്ക് ഒരുപാട് ഡിസ്കൗണ്ട് അവിടെ കിട്ടും താമസിക്കുമ്പോഴൊക്കെ, പോയിൻറ്റ്സ് താമസിക്കുക. ഇവരൊക്കെ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവൻ്റെ പിന്നെ ഫാമിലി പോകുമ്പോൾ ഒരിക്കലും ദുബായിൽ റൂം എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്നും ഇവർ മറന്നുപോയി. പിന്നെ അതുകൂടാതെ പിന്നെ ഞാൻ എമിറേറ്റ്സിൻ്റെ അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും ഇവരുടെ അവിടെ ആവശ്യമില്ല. ഇവൻ്റെയൊക്കെ ഞാൻ പൈസ വാങ്ങി ഞാൻ ആയത് പോയി താമസിച്ചിട്ടില്ല, ഫ്ലൈറ്റ് എമിറേറ്റ്സിൽ പോയിട്ട്. ഞാനൊക്കെ എമിറേറ്റ്സിൻ്റെ പ്ലാറ്റിനം മെമ്പറാണ്. എനിക്ക് എക്കണോമിയിൽ പോയി കഴിഞ്ഞാൽ ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് കിട്ടും. പിന്നെ ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്താൽ പിന്നെ പ്ലാറ്റിനം, പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടും. ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഒന്ന് ജനങ്ങൾ ഇത് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, വേറൊന്നുമില്ല. കാരണം അഭിലാഷ് പിള്ള തന്നെ ബോധ്യപ്പെടുന്നത് നിങ്ങൾ അറിയണം. കാരണം അതൊക്കെ എൻ്റെ പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയും. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം അത് നമ്മളാരെയും ഈ തേജാവധം ചെയ്യാനൊന്നും ഞാനില്ല. ഞാൻ ഇതുകൂടെ ഞാൻ എല്ലാ ചാനലും ഞാൻ ഇൻ്റർവ്യൂ തരുന്നില്ല. ഇതിപ്പം പിന്നെ ഇതിപ്പോൾ രാവിലെ തന്നെ ഇവിടെ വിളിച്ചു ലൈവ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് വയ്യ, നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ സുഹൃത്ത്, പിന്നെ കണ്ണൂരെ സുഹൃത്താണ്, അറിയുന്ന ആൾക്കാരാണ്, നമുക്ക് മടക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ തന്നെ വലിയൊരു ന്യൂസ് പോലുള്ള ചാനൽ പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ വന്ന് എനിക്ക് തരുന്നത്. ഇപ്പോൾ 10 മണിക്ക് ഡോക്ടർ അപ്പം പോകണം, മിംസിലാണ് പോകുന്നത്, ഡോക്ടറെ കാണണം, ഫോളോപ്പാണ് ഇന്ന്. പിന്നെ എൻ്റെ അവസ്ഥ വെച്ചാൽ വളരെ പരിതാപകരമാണ്. മിഞ്ഞാന്നുണ്ടായ 2.5 പവൻ്റെ 3 പവൻ്റെ മാല പണയം വെച്ച്, ഇന്നലെ പണയം വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ദൈവത്തിന് മാത്രമല്ല. പക്ഷേ ഞാൻ തിരിച്ചു വരും, എനിക്ക് ഒരു പേടിയില്ല. പിന്നെ ഞാൻ പൈസ കൊടുക്കാനുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു കണക്കിന് എനിക്ക് അന്ന് ഈ വീഡിയോ ചെയ്തതുകൊണ്ട് എന്നോട് ഒരുപാട് ആൾ സ്ഥലം വിറ്റോ, എൻ്റെ സ്ഥലം പിന്നെ പ്രഭാകരൻ ദില്ലങ്കേരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 40 സ്ഥലം എൻ്റെ പേരുണ്ട് മുരളിയേട്ടാ, നിങ്ങളെടുത്തോ പറഞ്ഞു. ഞാനീ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടോ സ്ഥലം കിട്ടാൻ ജനങ്ങൾ കൊണ്ടുള്ള അല്ല ഞാൻ വീട്. എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ പറഞ്ഞത്. ഷൈനേഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് അസുഖമായിട്ട് അവർക്ക് ചെറിയ സിക്കുണ്ട്. അപ്പോൾ അയാളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ സ്ഥലങ്ങളുമുണ്ട്, മുന്നോട്ട് സിനിമ ചെയ്യാൻ എന്ത് വേണമെങ്കിൽ മുന്നോട്ട് എടുത്തോ, എടുത്തോ. പിന്നെ ഒരുപാട് ആൾക്കാർ പൈസയായിട്ടും എല്ലാം സഹായം. ഞാൻ ആരും സഹായങ്ങൾ ഇപ്പം ഞാൻ സ്വീകരിക്കില്ല, വേണ്ടെന്ന് പറയുന്നില്ല. ഇപ്പം എനിക്ക് വേണ്ട. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതും പിന്നെ ഇത് എനിക്ക് ജനങ്ങൾക്ക് പൈസ മേടിക്കാനോ ഒന്നിനും വേണ്ടിയല്ല. എൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. കാരണം നാളെ ഒരു പ്രൊഡ്യൂസർക്ക് ഇങ്ങനെ വരരുത്. എന്നുവെച്ചാൽ ഇവരൊക്കെ നമ്മളെ ചെന്ന് കൊണ്ടുപോയി എത്രയോ പ്രൊഡ്യൂസർമാർ ആത്മഹത്യ ചെയ്യുന്നത് നമ്മളറിയാണ്ട്. ഈ ആരോ പറഞ്ഞു കേട്ടു, കടാവറിൻ്റെ പ്രൊഡ്യൂസർ അമല പോള് പൈസ അത് പിന്നെ വാങ്ങുവാണ്ട്. അതിൻ്റെ പഴയ അജയ് പണിക്കറിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഞാൻ അന്വേഷിക്കാൻ നോക്കുന്നുണ്ട്. അയാളെ കണ്ട് ഞാൻ മീഡിയൻ്റെ മുമ്പിൽ കൊണ്ടുവരും. കാരണം ആ മനുഷ്യനെ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരും. കാരണം അഭിലാഷ് പിള്ള പറഞ്ഞ ഈ സംവിധായകനെതിരെ ചില പരാമർശങ്ങൾ താങ്കൾ നടത്തിയിരുന്നു ആദ്യത്തെ വീഡിയോ പുറത്തു വന്ന ആ സമയത്ത്. അങ്ങനെ പരാമർശങ്ങൾ നടത്താനുണ്ടായ കാരണം എന്തായിരുന്നു? സംവിധായകന് സംവിധാനം അറിയില്ല, അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അത് പരാമർശം ഞാൻ ഒരുപാട് ആൾക്കാരെ എന്നോട് പറഞ്ഞു ഇത് ഡയറക്റ്റ് ചെയ്ത് വിഷ്ണു അല്ല, ഉണ്ണിമൂന്നാണ്, വിഷ്ണു ഒരു ഡമ്മയായിരുന്നു. അത് അത്രയും കൂടുതൽ ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇനിയിപ്പം കൂടുതൽ അയാളെയും പറഞ്ഞ് ഇവരൊക്കെ പിന്നെ പല ആൾക്കാരോട് പറഞ്ഞു അവരെ കരിയർ നശിപ്പിക്കുക. അപ്പം ഞാനും എൻ്റെ ഭാര്യയും മക്കളും ആത്മഹത്യകൾ എന്ത് ചെയ്യും? നമുക്കും കരിയറല്ല, നമുക്ക് ജീവിക്കണ്ടേ, ഇവർക്കും അത് ജീവിക്കണ്ടു. എല്ലാവരും പറഞ്ഞു നിങ്ങൾ അവരെ കരിയർ നശിപ്പിക്കുമെന്ന്. അപ്പോൾ എനിക്ക് ജീവിതമില്ല, എനിക്ക് കരിയറില്ല. ഞാനിവരെ ഒരു കൊല്ലം പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു കൊല്ലം ഈ സിനിമേൻ്റെ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ എടുത്തത്. ഡേറ്റ് 40,000 പെർ മന്ത് വാടക വില്ലെടുത്ത് കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കൂടുമ്പം 10,000 വെച്ചിട്ട് ഭക്ഷണത്തിന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പൈസ പോലും ഇവർ കൊടുക്കാനൊന്നുമില്ല. നിങ്ങൾ ചോദിക്കണം. ഇവർ പറഞ്ഞത് അഭിലാഷ് പിള്ള പറഞ്ഞു 25 ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്.
അതൊക്കെ ഷൂട്ടിംഗ് സമയത്തൊക്കെ അതൊക്കെ സത്യമാണ്. ഞാൻ പൈസ പല സ്ഥലത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതിനൊന്നും കളവൊന്നുമില്ല. പക്ഷേ വളരെ വളരെ സത്യമാണ്. 25 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം 6-7 ലക്ഷം രൂപ വേണം. അങ്ങനെ പിന്നെ തെങ്ങിൻ്റെ പൈസ വരെ കുറച്ചുകൂടി പോയി. പിന്നെ ഞാൻ പൈസ അറേഞ്ച് ചെയ്തു. ഞാൻ പല സ്ഥലത്തും ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ കയ്യിൽ കെട്ടിക്കിടന്നില്ല. ഞാൻ 2 കൂടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അഭിലാഷ് പിള്ള പറഞ്ഞത് കാര്യം 3 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ മുന്നേ ഷൂട്ടിങ്ങിന് മുന്നേ വന്നു. അതൊന്നും തെളിയിക്കണം. അതും മീഡിയേൻ്റെ മുമ്പിൽ തെളിയിക്കണം. ലൈവിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ലൈവിൽ ഒന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. കാരണം അഭിലാഷ് പിള്ള പിന്നെ 1 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ ഷൂട്ടിങ്ങിന് മുന്നേ വന്നിട്ടുണ്ട്. പ്ലോട്ട് പിക്ചേഴ്സ് അതിൻ്റെ കമ്മീഷൻ ഇന്ത്യ കൂട്ടിന് 6 കോടി 20 ലക്ഷം കൊടുത്തിട്ടുണ്ട്. സിൻസിയർ ശ്യാമു എന്ന് പറഞ്ഞ അവരുടെ കമ്പനിയാണ്. നല്ല അത് വിഷ്ണു ശശിശങ്കറിൻ്റെ കെയർ ഓഫിലാണ് അവർ അത് വിഷ്ണു പോയതും ആ പൈസ വന്നതും. ഇതൊക്കെ വളരെ സത്യമാണ്. ഇനി എനക്കൊന്നും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഞാൻ ആർക്കും ഇതില്ല ഇൻ്റർവ്യൂ. എനിക്ക് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും പിന്നെ സിനിമയും ചെയ്യും. പിന്നെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് ഒരുപാടൊക്കെ ബാധ്യതയുണ്ട്. ആ ബാധ്യത തീർക്കണം. എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു അത് തീർത്തേ പറ്റും. എനിക്കത് തീർക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ സ്ഥലമായിട്ടും കൂടായിട്ടും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിപ്പോൾ ശരിക്കും ഞാൻ സ്വീകരിച്ചു. ഞാനത് സ്വീകരിക്കുന്നില്ല. ഞാനത് വേണ്ടെന്ന് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസരം എനിക്കത് വേണ്ട. കാരണം എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ ചെയ്ത് എൻ്റെ വിഷമം ഞാൻ പറഞ്ഞതാണ്. ശ്രീ മുരളി കുന്നംപുറത്ത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സംവിധായകൻ ഇന്നലെ പ്രസ് മീറ്റ് നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു ഈ സുമതി വളവിന്റെ 2ാം ഭാഗം ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി താങ്കൾ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? അത് പറയാം. അത് സുമതി വളവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമേൻ്റെ ഹൈപ്പ് കിട്ടാൻ വേണ്ടി അത് ആക്ച്വലി കൃഷ്ണകുമാർ സാറ് ചെയ്യാൻ റെഡിയാണ്. പിന്നെ പക്ഷേ വിഷ്ണു പറഞ്ഞു ഇനി ഞാൻ അഭിലാഷിനോട് ഞാൻ പറഞ്ഞില്ലെന്ന് എന്നോട് പറഞ്ഞത്. അത് വിഷ്ണുവിന് തീരെ താല്പര്യമില്ല സുമതി വളവ് 2 ചെയ്യാൻ. പക്ഷേ എനിക്കും പേഴ്സണലി അത് ചെയ്യാൻ താല്പര്യമില്ല. കാരണം വെച്ചാൽ ഇനി ഒരാൾ ഒരിക്കൽ പിന്നെ ചക്ക ഓടി ചത്ത പോയാൽ പിന്നെയും ചാവാൻ നിൽക്കുന്നില്ല. സുമതി വളവ് 2ഉം വേണ്ട 3ഉം വേണ്ട, ജീവിച്ചു പോയിക്കോട്ടെ. ഞാൻ സിനിമ ചെയ്യും. പക്ഷേ ഇനി സുമതി വളവ് 2ഉം ഇല്ല 3ഉം ഇല്ല 5ഉം ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഓക്കെ. എനിക്ക് ഇതിൽ കൂടുതൽ മറുപടി വരില്ല. അഭിലാഷമുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാ ചാനലും ഓൺലൈൻ വെച്ച് എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ലൈവ് പറയും. പേപ്പർ വെച്ചിട്ട് ലൈവ് വരാൻ പറയും. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് വരാൻ പറയും. എനിക്ക് 3 കോടി അങ്ങനെ കിട്ടിയെന്ന് അഭിലാഷത്തിൽ തെളിയിക്കണം ഷൂട്ടിങ്ങിന് മുന്നേ. പിന്നെ മ്യൂസിക് 24ൻ്റെ പൈസ വന്നത് ഫെബ്രുവരിയിലാണ്. അതായത് ഷൂട്ടിങ് നവംബർ 30 തുടങ്ങി. ഫെബ്രുവരിയിലാണ് അയാൾ സമീർ വന്നിട്ട് പാട്ട് കേട്ട് രഞ്ജിരാജിൻ്റെ മ്യൂസിക് ഡയറക്ടർ എഴുതുകൊണ്ടാണ് വന്നത്. പിന്നെ ഇന്നലെ പ്രത്യേകിച്ച് ഇന്നലെ ബാമ എന്നെ വിളിച്ചിരുന്നു. ചേട്ടാ ഞാൻ ഇതെല്ലാം അറിഞ്ഞു, എനിക്ക് പൈസ ബാമക്കൊന്നും കൊടുത്തു. എനിക്കൊരു പൈസയും വേണ്ട ചേട്ടാ, എനിക്ക് പൈസ വേണ്ട. പിന്നെ എനിക്കൊരു പൈസയും വേണ്ട. എൻ്റെ പേര് അതൊക്കെ പൈസ വാങ്ങിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇല്ല നമ്മൾ വാങ്ങിയില്ല. പക്ഷേ ബാമ ഒരു പൈസയും വേണ്ട എന്നോട് ഇന്നലെ വിളിച്ച് ബാമ പറഞ്ഞു. അതേപോലെ ഒരുപാട് ആൾ ബാലു സൈജു കുറുപ്പ് ഇവരൊക്കെ ഗൂഗിൾ സുരേഷ് ഇവരൊക്കെ പൈസ വേണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് ബാധ്യതയുണ്ട്. ഇതൊക്കെ തീർത്തിട്ട് എനിക്ക് പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ പൈസ ഇവർ കൊടുക്കും. അത് ഉറപ്പാണ്. കാരണം അതേപോലെ അവർ ഒരു സംവിധായകനെയോ റൈറ്ററോ എല്ലാം വിശ്വസിച്ചിട്ടുള്ള വേണ്ട സിനിമയിലേക്ക് വരും. പ്രൊഡ്യൂസർ അവരെ വാല്യൂ ഉണ്ടാവും. പക്ഷേ പ്രൊഡ്യൂസർ പൈസ കൊടുക്കുന്നതിൽ പ്രതീക്ഷ അവർ വരുന്നത്. ഞാൻ ഈ പൈസ കൊടുക്കും എപ്പോഴും. എനിക്ക് ഇതൊരു എങ്ങനെയെങ്കിലും ഞാനത് കഴിഞ്ഞാൽ 1 വർഷം 2 വർഷം ചിലപ്പോൾ 3 വർഷം കൊടുത്തേക്കാം. ഞാൻ എല്ലാവരുടെ പൈസയും കൊടുക്കും. ഇതിനപ്പുറം എനിക്കത് പറയാൻ ഇല്ല. കാരണം പോലെ ഞാൻ എന്താ മാല പണയം വെച്ചപ്പോൾ ജീവിക്കുന്നു. ഇവരൊക്കെ എന്നെപ്പറ്റി പറയുന്നില്ലേ, ദൈവം മൂളുണ്ടാവും. വിജേഷ് പാണത്തൂർ, ഉണ്ണി വെള്ളോറ, അഭിലാഷ് പിള്ള, വിഷ്ണു ശശിശങ്കർ ഇതൊക്കെ ദൈവം കാണും. ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ 1 കൊല്ലം ഞാൻ തീറ്റിപ്പിട്ട ആൾക്ക്. അതേപോലെ നദികൾ സ്പോർട്സ് പ്രൊഡക്ഷൻ 1 കൊല്ലം എൻ്റെ ഫ്ലാറ്റിൽ വിജേഷ് അവരൊക്കെ വന്നിരുന്നു. അവർ ഞാൻ നന്നായി നോക്കിയിട്ടുണ്ട് അവരാ. അതിനൊക്കെ കൂലി ഇന്നലെ അവർ തന്നു. സന്തോഷം എല്ലാവരോടും നന്ദി. കാരണം എല്ലാവരെയും നല്ല വൃത്തിക്ക് നോക്കിയതിൻ്റെ ഇതാണ് അവരിൽ തന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് നഷ്ടം 7 കോടി വന്നുകൊണ്ടാണ്. നദികൾ 2 കോടി വന്നപ്പോൾ പിന്നെ ഈ സുമതി വളവിൻ്റെ കാര്യം ഒക്കെ തെറ്റാണ്, കള്ളമാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതൊക്കെ 100%. കാരണം ഉണ്ണിമൂന്നൻ ആ വീഡിയോ കണ്ടാണ് എന്നെ വിളിച്ചത്. ഉണ്ണിമൂന്നൻ ഉണ്ണിമൂന്നൻ
ഇവിടെ ചേട്ടാ വിഷമിക്കാതിരിക്കും, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അതേപോലെ ജയസൂര്യൻ വിളിച്ചു പറഞ്ഞു പേടിക്കണ്ട, നമുക്ക് കൂടിയുണ്ട്. ഇനി ജയസൂര്യൻ സിനിമ ഫീൽഡിൽ നിന്ന് ആരെങ്കിലും പൈസ നിങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ സംസാരിക്കാം, അത്രയും ജയസൂര്യ എന്നോട് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കാതിരിക്കും. അതേപോലെ പ്രദേശ് 2 പ്രാവശ്യം എൻ്റെ ഇവിടെ വന്നു. ഇനി എനിക്കൊന്നും പറയാനില്ല, മതി. കാരണം നമ്മൾ ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചർച്ചാ വിഷയമാക്കണ്ട. എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഒരു പോലീസ് ഓഫീസർ എനിക്ക് നഷ്ടം പറ്റിയിട്ടുണ്ട്, അത് സത്യമാണ്. അത് അഭിലാഷ് പിള്ളക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വന്നിട്ട് ഇരിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നതാണ് എല്ലാവരെയും. പിന്നെ വിജേഷ് പാണത്തൂര് നമ്മളെ ഇന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾ അവിടെ പോയിട്ട് അക്കൗണ്ട് ബിൽ ടു ബില്ല് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ അവിടെ പോകണം. നിയമപരമായിട്ട് പോയിട്ട് ഞാൻ നിയമപരമായിട്ട് എന്തായാലും പോകും. പിന്നെ ഇന്നും 1,32,000 രൂപ ടൈൽസിൻ്റെ പൈസ ഇന്നും വിജേഷ് പാണത്തൂർ തരാനുണ്ട്. ഞാനത് മേടിക്കുന്നില്ല, അത് ഞാൻ വിട്ടു. പൈസ കിട്ടിയിട്ടാണ് ഇന്നലെ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. ഇല്ല, ഞാൻ ഇതൊന്നും പറയില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്. ശരി, നന്ദി ശ്രീ മുരളി കുന്നംപുറത്ത്. ന്യൂസ് 18-നുമായി അല്പം സമയം പങ്കുവച്ചതിന്, ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ വിശദീകരണങ്ങൾ നൽകിയതിന് നന്ദി.